നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹവും വന്ദനവും. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നൊരു വലിയ ഭാഗ്യമാണ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവത്തെ സ്വന്തം പിതാവായി അനുഭവിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം. ഇത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയൊന്നും അതിന് കാരണമല്ല. ഈ ലോകത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ സാമർഥ്യം കൊണ്ടും നേടാവുന്ന പല കാര്യങ്ങളും അത് ദൈവമില്ലാത്തവർക്കും നേടാവുന്നതാണ്. ഈ ലോകത്തിലെ സമ്പന്നനാകാനോ ഈ ലോകത്തിലെ അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പിടിക്കാനോ ഒന്നും ദൈവത്തിൻ്റെ കൃപ വേണമെന്നൊന്നും ഇല്ല. അത് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളാണ്. എന്നാൽ ഞാനൊരു ദൈവമകനാകണമെങ്കിൽ, ദൈവം എൻ്റെ പിതാവാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. അതല്ലാതെ കൃപയാലല്ലാതെ ഈ ഭാഗ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവിടെ എന്തെങ്കിലും പുകഴ്ച, ഞാനെന്നുള്ള പുകഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൃപയിലല്ല, നമ്മൾ ദൈവമക്കളല്ല. പ്രൈസലോ. അപ്പം ഞാൻ ദൈവമകൻ എന്നുള്ളതിൻ്റെ തെളിവ് ഞാനില്ല എന്നുള്ളതാണ്. കൃപയാൽ യേശുവിൻ്റെ വിശ്വാസത്തിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ മകനാകാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പൊ കൃപയാൽ ലഭിച്ച ഈ ഭാഗ്യപദവിയില് 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് തന്ന ഒരു വലിയ വെളിപ്പാടാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവികമായിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു വെളിപ്പാട്. ദൈവം നമുക്ക് തന്ന ഒരു വെളിപ്പാടാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇത് എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുവാൻ തക്കവണ്ണം 7 സഭകൾക്കുള്ള സന്ദേശമായിട്ടാണ് ഇത് 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഭകളോടുള്ള ദൂതാണ്. ഒന്ന്, എഫെസോസിലെ സഭയുടെ ദൂതന് എഴുത്. ദൈവസഭയ്ക്കുള്ള സന്ദേശമാണ്. നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം, ദൈവസഭ എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ കെട്ടിടമാണ്. ഈ കെട്ടിടത്തെ അല്ല ബൈബിൾ ആലയമെന്ന് പറയുന്നത്, നമ്മളെയാണ്. ദൈവം സഭയെ ദൈവത്തിൻ്റെ കെട്ടിടമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ശരീരമായിട്ടുമാണ് സഭയെ വേദപുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കണം. സഭയ്ക്കകത്ത് നിങ്ങൾ പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾ സഭയ്ക്കകത്ത് വർദ്ധിച്ചു വരും. ഇതെന്ത് സഭ? പഴയ 10 പേര് കൂടി വന്നിട്ട് അതിലെ ഈ പാസ്റ്ററുടെ 2 വഴക്കും പിന്നെ
പാസ്റ്ററുടെ രണ്ട് കയ്യാങ്കളിയെല്ലാം കണ്ടിട്ട് പോകുന്ന ഇതെന്ത് ദൈവസഭ എന്ന് ചിന്തിച്ചാൽ, വേദപുസ്തകം പറയുന്നത് ദൈവസഭയുടെ അംഗങ്ങളുടെ ബലത്തിലല്ല ദൈവം സഭയെ നോക്കുന്നത്. സഭ എന്നുള്ളത് സർവ്വലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. സർവ്വലോകവും നിറഞ്ഞു നിൽക്കുന്ന ദൈവസഭ, അതിനകത്തൊരു ചെറിയ കൂട്ടം നമ്മളെ കർത്താവാക്കി വെച്ചിരിക്കുന്നു. സഭ എന്നുള്ളത് എക്ലേഷ്യ എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അർത്ഥം? വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. കർത്താവിനായി വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ. സഭയെ നമ്മൾ ആദരിക്കാതെ പോകരുത്. ആൾക്കൂട്ടമില്ലെങ്കിൽ, പാസ്റ്റർക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ, പാസ്റ്റർക്ക് പണമില്ലെങ്കിൽ, സഭയിലെ വിശ്വാസികൾക്ക് സമ്പത്തില്ലെങ്കിൽ, ഇതാണ് പറഞ്ഞില്ലേ, ദൈവമക്കൾ കൂടി വരുന്ന 2 പേർ അല്ല 3 പേർ കൂടി വരുന്ന സ്ഥലം കർത്താവിൻ്റെ സഭയാണ്. ഈ സഭയിൽ നിങ്ങൾക്ക് ഒന്ന് അനാദരവോടെ ഒന്നിരുന്ന് നോക്കിക്കേ. നാളെ സ്വർഗം എന്നെയും തള്ളും, നിങ്ങളെയും തള്ളും. സഭയോട് അനാദരവ് കാണിച്ചാൽ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് വഴക്ക് പറയുന്നത് എങ്ങനെ? നിങ്ങൾ അങ്ങനെ ഇരിക്കല്ലേ, നിങ്ങൾ അങ്ങനെ കാണിക്കരുത്, നിങ്ങൾ അങ്ങനെ തൂങ്ങരുത്, നിങ്ങൾ അങ്ങനെ ഉറങ്ങരുത്, നിങ്ങൾ അലസരായിട്ടിരിക്കരുത്, കുഞ്ഞുങ്ങളെ കളിപ്പിക്കരുത്. എന്താ ഇത് പറയുന്നത്? നിങ്ങൾ ദൈവസഭ അതിൻ്റെ ആ വില മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ശരീരമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ സഭയോട് ഒരാൾ കാണിക്കുന്ന ആദരവ് ഇല്ലായ്മ, ബഹുമാനമില്ലായ്മ സഭയിൽ പറയാം. ഇവിടെ അങ്ങനെ കാണിച്ചിട്ടുള്ളവരെല്ലാം കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഭയെ ഞാൻ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചില പ്രവൃത്തി ചെയ്യാനുണ്ട്, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അത് ചെയ്തു കഴിഞ്ഞിട്ട് സഭയുടെ പ്രവൃത്തി ഞാൻ പുനരാരംഭിക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് കേട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രൈസ്തവ സംഘടനകൾ ഒരുപാടുണ്ട്. 100 പേര് കൂടുന്ന, 1000 പേര് കൂടുന്ന, 10,000 പേര് കൂടുന്ന സംഘടനകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കൂട്ടങ്ങളുണ്ട്. എല്ലാം ദൈവസഭ അല്ല. ഇത് കർത്താവ് പറയുന്ന കാര്യമായത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ദൈവസഭയെ നിങ്ങൾ ബഹുമാനിക്കണം. കൂടുന്ന 2-3 പേര് കൂടുമ്പോൾ അവരുടെ സമ്പത്ത് കണ്ടും അവരുടെ കുടുംബ മഹിമ കണ്ടും അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ മഹിമ കണ്ടിട്ടും നമ്മുടെ ദൈവാലയത്തിൽ ദൂഷ്യമില്ല, മധുബഹായമില്ല, ഒന്നുമില്ല. ഇവിടെ ആകപ്പാടെ കൂടി വരുന്ന ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ഇവിടെ കൂടി വരുമ്പോൾ ഈ സഭയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്കത് പലപ്പോഴും തെറ്റിപ്പോകും. സഭയെ നമ്മൾ അതിൻ്റെ വില കൊടുക്കത്തില്ല. എന്താണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സഭ ഇഷ്ടം പോലെ ആളുണ്ട്, അവരുടെ സഭയുടെ വാതിക്ക് ഇഷ്ടം പോലെ കാറുണ്ട്, അവരുടെ സഭയിലേക്ക് സമ്പന്നന്മാരുണ്ട്, അവരുടെ സഭയിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ കാണുന്നതല്ല ഇങ്ങനെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു പ്രത്യേകത, നിങ്ങളത് മനസ്സിലാക്കണം. കർത്താവിൻ്റെ സഭ, അവിടെ കർത്താവ് മാത്രമായിരിക്കും നായകൻ. ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യനും അവിടെ വലുതല്ല. ഈവൻ പാസ്റ്റർ പറയുന്ന ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഏതാണ്ട് ഞാനില്ലെങ്കിൽ സഭയില്ലെന്ന് എന്നെയല്ല, കർത്താവ് സഭ പണിയാൻ മറ്റൊരാൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ വരുത്തും. അതുകൊണ്ട് സഭ കർത്താവിൻ്റെതാണ്, ദൈവസഭയാണ്. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഒന്ന് വായിക്കാമോ? സഹോദരനായ സോസ്തനേസും കൊരിന്ത്യരുടെ ദൈവസഭയ്ക്ക്
ക്രിസ്തുയേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമാർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾ ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പിന്നെ നമുക്ക് വായിക്കാം. ഇവിടെ ദൈവസഭ എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, അവിടെ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, കാളാത്തുള്ള പെനിയേൽ ദൈവസഭയ്ക്ക്, ഈ പെനിയേൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ എഫെസോസിലോ അല്ലെങ്കിൽ കൊരിന്തിലൊക്കെ കൂടി വരുന്ന ദൈവമക്കൾ ചുരുക്കം പേരായിരുന്നു. 15 പേര് 20 പേരൊക്കെ കൂടി വരുന്ന സഭകളായിരുന്നു. ഇന്നാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കൂട്ടം സഭയായിട്ട് ചിത്രീകരിക്കാനായിട്ട് തുടങ്ങിയത്. എന്താണെന്നറിയാമോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ ദൈവസഭ ചുരുക്കമായിരുന്നു. ആലയങ്ങളിലൊന്നുമല്ല അവർ കൂടി വന്നത്. അവർ കൂടി വന്ന വീടുകളിലാണ്. ഓരോ വീടുകളിലാണ് പരിശുദ്ധാത്മ ഇറങ്ങുന്നത്. ഇവിടെ മർക്കോസിന്റെ വീട്ടിലാണ് പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്. മർക്കോസിന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു 120 കൂടി വരുന്ന സ്ഥലത്താണ് പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്. അപ്പം ദൈവസഭ വലിയ സഭാഹോളിനകത്തല്ല. ഇവിടെ കീബോർഡ്, ഗിറ്റാറ്, മറ്റു വയലിൻ ഇതെല്ലാം വെച്ച് ആരാധിക്കുമ്പോഴല്ല ദൈവം ഇറങ്ങി വരുന്നത്. ദൈവസഭയുടെ മനോഹാരിത എന്ന് പറയുന്നത് ഇവർ ഒരു കുടുംബമാണ്. ഈ ഒരു കുടുംബത്തിന്റെ ബന്ധമില്ലാത്ത സകലരെയും ഫലം കായ്ച്ചില്ലെങ്കിൽ കർത്താവ് ചെത്തി മുറിച്ച് മാറ്റിക്കളയും. ദൈവസഭയ്ക്ക് നമ്മൾ പ്രയോജനമുള്ളവരാകണം. അതുപോലെ തകർക്കുന്നവരാണെങ്കിലോ പ്രയോജനമില്ല. ദൈവസഭയുടെ ഉള്ള നന്മയെ തകർക്കാനാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നെങ്കിലും നമ്മുടെ മനസ്സാക്ഷിയാണ് ഞാൻ പറയുന്നത്. മനസ്സാക്ഷിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പുറമേ ഒന്നും കാണത്തില്ല. ദൈവസഭയ്ക്ക് എതിരായിട്ടുള്ള ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോടാണ് കാണിക്കുന്നത്. ദൈവസഭയെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ദൈവസഭയ്ക്ക് നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം. ഇല്ലെങ്കിൽ കർത്താവ് കുറെ നാളൊക്കെ നോക്കും. അത് കഴിയുമ്പം യഥാർത്ഥ ദൈവസഭയിൽ നിന്ന് നമ്മളെ മുറിച്ചു മാറ്റും. പക്ഷെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടംപോലെ ദൈവ സംഘടനകൾ, സഭാ സംഘടനകൾ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ പ്രയോജനപ്പെടാത്ത ഒരു വ്യക്തി ദൈവസഭയ്ക്കകത്ത് നിൽക്കത്തില്ല. ദൈവസഭയെ ദുഷിക്കുകയോ ദൈവസഭയെക്കുറിച്ച് അപവാദം പറയുകയോ ചെയ്യുന്ന വ്യക്തികൾ നാളെ എന്താണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്ന്. ദൈവം കൃപാലുമായതുകൊണ്ട് ബാലശിക്ഷ കൊടുത്ത് കൊണ്ടുപോകും. ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും. ഇവനെ ദൈവസഭയ്ക്ക് വേണ്ട. കാരണം ഇവൻ കറുക്കൻ വെള്ളിയാണ്. ഇവനെ എത്ര തേച്ചു മെനുക്കിയാലും അടുത്ത നിമിഷത്തെ കാറ്റ് കൊണ്ടാൽ ഇവൻ കറുക്കൻ വെള്ളിയാണ്. ഇവനെ കൊള്ളത്തില്ല. കറുക്കൻ വെള്ളി അതെപ്പോഴും നല്ല വെള്ളിയുണ്ട്, കറുക്കൻ വെള്ളിയുണ്ട്. ഇരിമ്യാവിന്റെ പുസ്തകം പറയുന്ന അങ്ങനെ നമ്മളാകരുത്. നമ്മൾ നല്ലതിന് വേണ്ടി കാത്തിരിക്കണം. ഇവിടെ ദൈവസഭയ്ക്ക് കർത്താവ് എഴുതുന്നത്. ഇപ്പം ദൈവസഭയോടുള്ള നമ്മളുടെ ബന്ധമെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം. ദൈവസഭ എന്താണ് ഇത്ര വലിയ ദൈവസഭയെ ആദരിക്കണം, ദൈവസഭയെ ബഹുമാനിക്കണം. 3 പേരാണെങ്കിലും അവിടെ നിങ്ങൾ ഐക്യമത്യമുള്ളവരായിരിക്കണം. അവിടെ നിങ്ങൾ ഉറങ്ങരുത്, അവിടെ നിങ്ങൾ അലസരാകരുത്, കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കരുത്, അവിടെ നിങ്ങൾ ജോലിയും വീടും ലോകത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് സഭായോഗം മുടക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം 1-2-3 വാക്യങ്ങൾ. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-18. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പോൾ വായിക്കാം. മത്തായി 16. അധ്യായത്തിന്റെ 18-ാം വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ
എൻ്റെ സഭയെ പണി. ഞാൻ കർത്താവ് പറയാ എൻ്റെ സഭയെ പണി. അപ്പൊ സഭ ആരുടേതാ? കർത്താവിൻ്റെതാ. നമ്മളീ 10 പേര് ഇത് കർത്താവിൻ്റെ സഭയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത് അപ്പച്ചൻകുട്ടി പാസ്റ്ററുടെ സഭയല്ല, ഇത് മറ്റൊരാളിൻ്റെ സഭയല്ല. കാശ് മുടക്കിയത് കൊണ്ട് അവൻ്റെ സഭയാകത്തില്ല, ഹോള് പണിതത് കൊണ്ട് അവൻ്റെ സഭയാകത്തില്ല, അവനാണ് ഏറ്റവും കൂടുതൽ ദശാംശം തരുന്നത് കൊണ്ട് അവരുടെ സഭയാകത്തില്ല. കർത്താവ് പറയുക, ഞാൻ എൻ്റെ സഭ പണി. ഇതിന് ഒരു ഒടയവനുണ്ടെന്ന്, ഇതിന് ഈ കൊച്ചു ദൈവസഭയ്ക്ക് ഒരു യജമാനനുണ്ട്. ഈ സഭയോട് കാണിച്ചാൽ യജമാനൻ വെറുതെ വിടത്തൊന്നുമില്ല. ഇവിടെ കുറച്ച് പച്ചപ്പും കുറച്ച് ഭൂമിയിലുള്ള നന്മകളൊക്കെ നേടിയേക്കാം, പക്ഷേ കണ്ണുകൊണ്ട് കണ്ടതും വേദപുസ്തകം പറയുന്നതുമായ അനുഭവം വെച്ചോണ്ട് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. പക്ഷെ ഇത് പറയുന്നത് പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെ അത് ഞാൻ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കുമോ? ഇല്ല. പക്ഷെ പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും, തകർക്കാൻ മാക്സിമം ശ്രമിക്കും. സഭയെ തകർക്കാനായി ശ്രമിക്കുന്ന ഒരു ചിന്ത, സഭയ്ക്കെതിരെ ദൈവദാസനെതിരെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉപബോധ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണെന്നറിയാമോ? പാതാള ഗോപുരങ്ങൾ. പാതാള ഗോപുരങ്ങൾ. പക്ഷേ പ്രവർത്തിക്കാൻ പറ്റും കേട്ടോ. സഭയിൽ ഒരുപാട് ദോഷം വരുത്താൻ പറ്റും, തകർക്കാൻ പറ്റത്തില്ല. സഭയെ കർത്താവ് പണിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒടയവൻ യജമാനൻ വെറുതെ ഇരിക്കൂ? ഇതിൻ്റെ ഒടയവൻ വെറുതെ ഇരിക്കുമോ? ഇതിനെതിരെ പ്രവർത്തിച്ചെന്നാൽ, ഇപ്പൊ ഞാൻ കാണിക്കുന്ന സഭയ്ക്കെതിരെ കാണിക്കുന്ന പ്രവൃത്തി, എനിക്കും കാണിക്കുക സഭയ്ക്കെതിരെ പ്രവൃത്തി കാണിച്ചാൽ കർത്താവ് മിണ്ടാതിരിക്കത്തില്ല. നാളെ നിങ്ങളെല്ലാവരും മറക്കും, ഞാൻ കാണിച്ചതൊക്കെ നിങ്ങൾ മറക്കും. പക്ഷേ അവൻ കുറിച്ചിട്ടിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ ദൈവസഭയോട് 6 ദിവസം നിങ്ങൾ ദൈവസഭയോട് എന്ത് ബന്ധം കാണിച്ചു? എന്തേ ദൈവസഭയോട് എന്ത് ബന്ധം കാണിക്കാൻ പറയുന്നത്? ഈ കെട്ടിടം വന്ന് തൂത്തുവരുന്നതാണോ? അയ്യോ അല്ല. ഇതിനകത്തുള്ള ദൈവമക്കളുടെ തമ്മിലുള്ള ബന്ധം, സ്നേഹ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? ദൈവദാസന്റെ വേദന മനസ്സിലാക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പം ഇവിടെ ഒരാൾ പറയുക, നിങ്ങൾ ആരല്ല എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും എൻ്റെ ദൈവസഭയാണ്, ഞാനിവിടെ വരെ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഞാൻ ആരാധിക്കും. ഞങ്ങളിത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യവും കൂടെ. ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും ആരുമില്ലെങ്കിലും ഞങ്ങളിവിടെ വന്ന് കർത്താവിനെ ആരാധിക്കും എന്ന് പറയുന്ന ഒരു ദൈവസ്നേഹം ഒരാളുടെ ഉള്ളില്. ഇവിടെ നിന്ന് നമ്മൾ ആൾക്കാരിലെ കുറച്ച് പേര് നഷ്ടപ്പെട്ടു പോയെന്നാൽ അവരുടെ കൂടെ പോകാൻ നമുക്ക് എളുപ്പമാണ്. ഒന്നുമില്ല, ഒരു പ്രശ്നവും വേണ്ട. കാരണം അവർ സംഘടിത ശക്തികളായിരിക്കാം, പാസ്റ്റർ പാവപ്പെട്ടവരായിരിക്കാം, ദൈവസഭയിൽ സാധുക്കളായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സഭ, അതിനോട് ഞാൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെ കുറിച്ച് അത് മാറത്തില്ല. നിങ്ങൾ ചെയ്യും അത് ദൈവത്തോട് തന്നെ ക്ഷമ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. ദൈവത്തോട് ക്ഷമ പറയണം. ദൈവത്തോട് മാത്രം പറയുമോ? മനുഷ്യരോട് ചെയ്തത് മനുഷ്യരോടും പറയണം. ക്ഷമ പറയുന്നതിനേക്കാൾ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തപ്പെടുന്ന ഹൃദയം ഉണ്ടാകണം, ഒന്ന് തിരുത്താനുള്ള മനസ്സുണ്ടാകണം. ഇനി ദൈവദാസനെതിരെ, ദൈവസഭയ്ക്കെതിരെ ഞാൻ ചിന്തിക്കത്തില്ലെന്ന് ഒരു തീരുമാനമെടുക്കണം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20:28 വായിച്ചു. ഇതിനൊരു ഉടയവനുണ്ടെന്ന് മനസ്സിലാക്കണം.
അവൻ ചോദിക്കും സഭയോട്, നിങ്ങളൊന്ന് ആദരവ് കാണിച്ച് നോക്കിക്കുക, ദൈവം നമ്മളെ മാനിക്കും. അപ്പോസ്തലപ്രവൃത്തി 20:28. നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളും. കണ്ടോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഭാഗങ്ങൾ എന്താണ് സഭയുടെ വില? ഇവിടെ നമ്മൾ കൂടി വന്ന ഈ 10-15 പേരുടെ വില എന്താണ്? നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 28ാമത്തെ വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുവാനുണ്ട്. നിങ്ങളെ തന്നെയും തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചുകൊള്ളണം. അപ്പൊ ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സമ്പാദ്യമാണ് സഭ. ദൈവത്തിന്റെ സമ്പത്താണ് സഭ. നമ്മുടെ ഈ ചെറിയ കൂട്ടം സ്വന്തം രക്തം കൊണ്ട് കർത്താവ് വില കൊടുത്ത് സമ്പാദിച്ച സഭയാണിത്. നിങ്ങൾ ഈ സഭയെ എങ്ങനെ ആദരിക്കും? ഇതിനൊരു യജമാനനുണ്ട്. അവൻ സ്വന്തം പുത്രന്റെ ചോര കൊടുത്താണ് ഈ സഭയെ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനോട് നിങ്ങളുടെ മനോഭാവം അതുപോലെ വിലയുള്ളതാണ് ദൈവസഭ. ഇതിനകത്തുള്ള പണത്തിന്റെ കൊഴുപ്പല്ല, ഇതിനകത്തുള്ള ആൾക്കൂട്ടത്തിന്റെ കൊഴുപ്പല്ല, ഇതിനകത്തുള്ള വാദ്യമേളങ്ങളുടെ കൊഴുപ്പല്ല. ദൈവസഭ ദൈവപുത്രൻ തന്റെ രക്തം കൊണ്ട് സമ്പാദിച്ചതാണ്. ദൈവത്തിന്റെ സമ്പാദ്യമാണ് സഭ. അതിനെ എങ്ങാനും ഒന്ന് തൊട്ട് കളിച്ചാൽ, പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപക്ഷെ ന്യായവിധിയുടെ വാക്കാണ്. കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഉള്ളവരുടെ തലമുറകൾക്ക് വരുന്ന നാശം പറഞ്ഞില്ലേ, എണ്ണാൻ പറ്റാത്ത വണ്ണം നിങ്ങളോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിച്ച വ്യക്തി ജീവിതങ്ങൾ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ കണ്ടിട്ടുള്ളതാണ്. ദൈവദാസനെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സഭയ്ക്കകത്ത് ദൈവദാസൻ സഭയ്ക്കകത്തൊരു പറഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു. അയാൾ കൂട്ടത്തെ മുഴുവനങ്ങളക്കി. ആ ദൈവദാസന് നിമിഷ നേരം കൊണ്ട്, അതൊരു സംഘടന കമ്മിറ്റിക്ക് വിട്ടു. നേരെ ഒരു ഭാഗം എതിർത്തു, വലിയ ഭാഗം കേന്ദ്രത്തിൽ ചെന്നു. ദൈവദാസനെ ട്രാൻസ്ഫർ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന മകൻ ആ വർഷം പോയാൽ അവൻ്റെ പഠിത്തം തകർന്നു പോകും. പൂർണ്ണ ഗർഭിണിയായ ഭാര്യ, ഇത് കണ്ണാർ കണ്ട കാര്യം. പൂർണ്ണ ഗർഭിണിയായ ഭാര്യ. അദ്ദേഹം പറഞ്ഞു, ഈ വർഷം ഒന്നിരുന്നോട്ടെ, ഞാൻ അടുത്ത വർഷം മാറിക്കോളാം. ഇവരാരും അദ്ദേഹത്തോട് ആദരവ് കാണിച്ചില്ല, ബഹുമാനം കാണിച്ചില്ല. അദ്ദേഹത്തെ നിമിഷ നേരം കൊണ്ട് ട്രാൻസ്ഫർ കൊടുത്തു വിട്ടു. ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാമായിരുന്നു. ഇവിടെ ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട്, കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ടും ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നിമിഷ നേരം കൊണ്ട് ട്രാൻസ്ഫറായി. ഞാൻ പറയുക, അതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെ തലമുറയിലേക്ക് ഓരോ നിമിഷവും പിന്നീട് സംഭവിച്ചെന്നറിയാമോ? പിന്നീട് അത് ഞാനിപ്പോൾ പറയുന്നത് കാരണം ഇത് നമ്മൾ യൂട്യൂബിലേക്ക് പോകുന്നതായിരിക്കുന്ന കാര്യവും കൂടെ. ഈ ദൈവസഭ കർത്താവ് രക്തം കൊടുത്ത് സമ്പാദിച്ച അത്ര വിലയുള്ളതാണ്. ദൈവസഭയിലെ ദൈവദാസനെതിരെ, ദൈവസഭയിലെ ഒരു ദൈവ പൈതലിനെതിരെ പാവപ്പെട്ടവനായിരിക്കാം, പാവപ്പെട്ടവളായിരിക്കാം, ഹല്ലേലൂയ, അവക്കെതിരെ ഒരു വാക്ക് നീ ശബ്ദമുയർത്തിയാൽ, ഇവിടെ നമ്മൾ ചുരുക്കം പേര്, നമ്മൾ ഒരു ഹൃദയം, നാളുകളായി ഞാൻ ഇവിടെ ഇത് ഒട്ടിച്ചു. നിങ്ങൾ ഏക മനസ്സോട്, എന്തയോ ഏക മനസ്സില്ലാഞ്ഞത് കൊണ്ടാണ് ഇത് എഴുതി ഒട്ടിച്ചത്. ഇവിടെ വചനം ഒന്ന് വായിച്ചെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചത്. ഈ സ്ഥിരം ഒന്ന് വായിക്കട്ടെ, തുറന്നു നോക്കത്തില്ല. അല്ല, നിങ്ങൾ ഏക മനസ്സുള്ളവരായി തീരണം, ഒരു ഹൃദയമുള്ളവരായി മാറണം. ഇതാണ് ദൈവസഭ. അല്ലെങ്കിൽ സഭയെ നമ്മൾ അനാദരിക്കുകയാണ്, സഭയെ നമ്മൾ പണിയുകയല്ല, തകർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയണ്ട, നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും വിവേചിക്കാൻ കഴിവുള്ളവരാ. പിന്നെ എന്ത് ചെയ്യും? ആൾബലോ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊന്നറിയാതെ ചാഞ്ഞു പോകും.
അവരെന്താണെന്നും അവൻ്റെ ഭാര്യയുടെ സ്വഭാവം എന്താണെന്നും അവൻ എന്താണെന്നും അവൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ എന്നാലും എന്ത് ചെയ്യും? അവൻ്റെ കൂടെ ദൈവമില്ലെന്നറിയാം. പക്ഷേ എന്നാലും അങ്ങനെയാണോ പാസ്റ്റർ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനല്ല. ദൈവത്തിൻ്റെ സഭ യേശു ക്രിസ്തു തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വാങ്ങിയ ദൈവത്തിൻ്റെ സമ്പത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് 1 പത്രോസ് 1:18-19. ഇതാണല്ലോ വചനത്തിലേക്ക് നമ്മളൊന്നും വരുന്നില്ലല്ലോ. 1 പത്രോസ് 1:18-19 നമ്മളൊന്ന് വായിച്ചേ. 1:18-19. പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ? പൊന്നും വെള്ളിയുമല്ല അതിന്റെ വില. പിന്നെന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം എന്ന് വെച്ചാൽ സ്വർഗത്തെക്കാൾ വിലയുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന കൊച്ചു ദൈവസഭ. സ്വർഗത്തെക്കാൾ വിലയുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന കൊച്ചു ദൈവസഭ. ഈ ദൈവസഭയെ അത്രമാത്രം സ്നേഹിക്കണം, അത്രമാത്രം ബഹുമാനിക്കണം. എന്ത് അവിടെ നല്ല ഇതിനേക്കാളും നല്ല സഭയുണ്ടല്ലോ. നിന്നെ നട്ടെടുത്ത്, നിന്നെ കൊണ്ടുവന്നാക്കിയെടുത്ത്, നിന്നെ ഇപ്പോൾ കർത്താവിന്റെ വചനമായി പഠിപ്പിച്ച് നിലനിർത്തുന്നിടത്ത് നീ പ്രയോജനപ്പെടണം, നീ ഫലം കായ്ക്കണം. ഇവിടെയാ നിന്നെ നട്ടത്. എവിടെയെങ്കിലും പോയി അതും ദൈവസഭയല്ലേ? നരകത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നരകത്തിൽ ചെന്ന് ആരായാലും പാസ്റ്ററാണെന്ന് പറഞ്ഞാലും ദൈവം എന്നെ നട്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രയോജനപ്പെടണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ ദൈവം നമ്മളെ നട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രയോജനപ്പെടണം. കർത്താവിന്റെ സഭയുടെ വില എല്ലാം കൂടെ ഒന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. അത്ര വിലയുള്ളതാ ദൈവമക്കളെ. നമ്മൾ ഈ ദൈവസഭയോട് ആരെങ്കിലും ഒരാൾ ഒരു കൃത്രിപ്പ് കാണിച്ചാൽ, ആരെങ്കിലും ഒരാൾ വിഷയം കലക്കിയാൽ അതിനകത്ത് വീണ് പോകരുത്. നമ്മളൊന്ന് വായിച്ചേ. വെളിപ്പാട് 2-ാം അധ്യായം എൻ്റെ 20-ാമത് വാക്യം. വെളിപ്പാട് 2-ന്റെ എൻ്റെ 1-ാം വാക്യം. 2-ന്റെ 1. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവരങ്ങൾ ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷ കളന്മാർ എന്ന് കണ്ടതും. നമുക്കത് അറിയാവുന്നതാണ്. എന്താണ്? എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നതിനകത്ത്? ഏതാ ഈ 7 നക്ഷത്രം? അല്ലെ 20 മോനെ 1:20 വായിച്ചേ. 1:20. ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ 7 സഭകളുടെ പാസ്റ്റർമാരാണ്. 7 നക്ഷത്രത്തെ വലം കയ്യിൽ ഈ പാവപ്പെട്ട എളിയവനാകുന്ന ഒരു ദൈവദാസനെ ദൈവം തന്റെ ഉള്ളംകരത്തിൽ പിടിച്ചിരിക്കുന്നു. പുച്ഛിച്ച് തള്ളിയാൽ ദൈവത്തെയാണ് പുച്ഛിച്ച് തള്ളുന്നത്. 7 നക്ഷത്രങ്ങളെ വലം കയ്യിൽ. 7 നക്ഷത്രങ്ങൾ എന്താണ്? 7 സഭകളുടെ ദൂതന്മാർ, ഇടയന്മാരാണ്. 7 സഭാ ഇടയന്മാരാണ്. സഭയുടെ ഇടയൻ എന്ന് പറഞ്ഞ അവൻ ഭയപ്പെടത്തില്ല. അവൻ സിംഹം വന്നാൽ അവൻ പിടിച്ച് വലിച്ചു കീറും. കരടി വന്നാൽ ഒറ്റ അടിക്ക് കൊന്നുകളെ. ഒറ്റ അടിക്ക്. 7 നക്ഷത്രം കർത്താവിന്റെ കയ്യിലിരിക്കുന്ന 7 ശുശ്രൂഷകന്മാരാണ്. ദൈവത്തിന്റെ ഇടയന്മാരോടാണ് ദൈവ ശുശ്രൂഷ. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ശമ്പളത്തിന് വേണ്ടിയിട്ട് ആക്കി വെച്ചവരൊന്നുമല്ല. ആത്മഭാരം കൊണ്ട് ചങ്കും ചോരയും കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. 7 നക്ഷത്രം. 7 നക്ഷത്രങ്ങൾ പിന്നെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. 7 നിലവിളക്ക്, പൊൻനിലവിളക്ക്
7 പൊൻനിലവിളക്ക്, 7 സഭകളാണ്. ഈ സഭ അറിയാമോ? ദൈവത്തിന് പൊൻനിലവിളക്കാണ്, സ്വർഗത്തിലെ ദൈവത്തിന്. ഈ കൊച്ചു ദൈവസഭ 7 പൊൻനിലവിളക്കുകളാണ്. ഈ കൊച്ചു ദൈവസഭ കർത്താവിൻ്റെ ഒരു പൊൻനിലവിളക്കാണ്. ഇതിനകത്തുനിന്നുള്ള ധൂപവും ഇതിനകത്തുനിന്നുള്ള ദീപവും സ്വർഗത്തിലേക്ക് എത്തും. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാനത് പറയാം. ഇവിടെ ഇപ്പം ആരുമില്ലെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് വിചാരിച്ചു. തിമോത്തി റെക്കോർഡുണ്ടെന്ന് വിചാരിച്ചു. ഇതേപോലെ പ്രസംഗിക്കും. ഇത് ഒരാഴ്ചത്തെ മെസ്സേജ് 250 പേര് 300 പേര് യൂട്യൂബിൽ കാണുന്നുണ്ട്. എനിക്കിവിടെ പറഞ്ഞില്ലേ, ആരല്ല എന്തെല്ലാം കാലുകൊണ്ട് തട്ടിയെന്ന് പറഞ്ഞാലും ഓരോരുത്തരും വിളിച്ചിട്ട് എൻ്റെ പാസ്റ്റേ, എനിക്ക് വലിയ അനുഗ്രഹമായി പോയി പാസ്റ്റേ, എനിക്ക് വലിയ സന്തോഷമായി പാസ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ യൂട്യൂബിലാണ് ഈ പ്രസംഗം. എൻ്റെ ആഗ്രഹം ഇനി കർത്താവിന് വേണ്ടിയിട്ട് സാർവലൗകികമായൊരു പ്രയോജനപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് എന്നെ കർത്താവ് നയിക്കാൻ പോകുക. അതിനു മുമ്പ് ശരിക്കും എന്നെ ഒന്ന് ഒരുക്കി പണിയുമെന്നും എനിക്ക് അറിയാം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കയ്യിൽ വീഴട്ടെ. മനുഷ്യൻ്റെ കയ്യിൽ വീഴ്ത്തരുത് എന്നൊരു ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വീഴോട്ടെ, അവൻ എന്നെ പണിതോട്ടെ. കർത്താവിന് സ്തോത്രം. 7 പൊൻനിലവിളക്കുകൾ എന്ന് പറയുന്നത് 7 ദൈവത്തിൻ്റെ സഭയാണ്. ഈ പൊൻനിലവിളക്കുകളെ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിക്കുന്നതൊന്നും അല്പം കഴിയുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ സഭ കർത്താവിൻ്റെ സഭയാണ്. ഇതിൻ്റെ ഉദയവൻ യജമാനൻ കർത്താവാണ്. കർത്താവിനറിയാം. അല്ലെ? ഇപ്പം ചോദിക്കും, എന്താണ് പാസ്റ്റർ സഭയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായെന്നാൽ ഞങ്ങൾ ഇടപെടണ്ടേ? സഭയ്ക്കകത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായെന്നാൽ ഞങ്ങൾ ഇടപെടേണ്ടതാണ്. ഇതിൻ്റെ യജമാനൻ ചത്തവനൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ സഭയുടെ ഉടയവനെ ചത്തവനൊന്നുമല്ല. അവൻ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാ. അവനറിയാം അപ്പസ്തോലനാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, പാസ്റ്ററാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, വിശ്വാസിയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ, സഭയോട് അനാദരവ് കാണിക്കുന്നെങ്കിൽ അവനറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതിനെ നമ്മുടെ കർത്താവിന് ബുദ്ധിയൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഇപ്പൊ കർത്താവിനെ കൊണ്ട് ബുദ്ധി പറഞ്ഞു, പ്രാർത്ഥനയെ കൊണ്ട് ബുദ്ധി. കർത്താവേ, പാസ്റ്ററോട് ഇങ്ങനെയാണ്, പാസ്റ്ററോട് ഇടപെടണേ, പാസ്റ്റർ ഇന്ന് നാവ് തുറക്കരുത്, ശബ്ദം തുറക്കരുത്, ശബ്ദം കൂടി വരും. ഇന്ന് ശബ്ദം തുറക്കരുത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളാകുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവസഭയുടെ പണി കർത്താവിൻ്റെതാണ്. ഇത് വിലയുള്ളതാണ്. ഇത് സ്വന്തം ജീവൻ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് പൊൻനിലവിളക്കുകൾക്ക് തുല്യമാണ്. ഇതിനെ അറിയാം, കർത്താവിനറിയാം. ആരും കയറി പണിയണ്ട. ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ സഭയെ ഞാൻ പണിയും. ഒരാളിങ്ങോട്ട് വിശ്വാസത്തിലേക്ക് വരാൻ എന്ത് ചങ്കും കണ്ണും കളഞ്ഞാണെന്ന് പറഞ്ഞൂടെ നടക്കുന്നത്. ഒരാൾ സഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ഓട്ടമാണെന്ന് പറഞ്ഞൂടെ. 6 ദിവസവും പരസ്യയോഗം, 6 ദിവസവും വീട് കയറി ഇറങ്ങും. അഥവാ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിച്ചിട്ടേലും അവർക്ക് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് സമ്പാദിച്ചിട്ട് അവസാനം അവരൊന്ന് പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞ് പോയെന്ന് പറഞ്ഞെന്നാൽ എന്ത് ചെയ്യണം? പാസ്റ്റർ ഇപ്പോൾ ഒരു വാക്ക് ഒരാൾ സഭയ്ക്കകത്തൊന്നും വന്നില്ല, ഓടിച്ചെന്ന് അയ്യോ സഹോദര, എന്തിനാ? ദൈവദാസനല്ലേ, അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ ഇത് ഒരധ്വാനം, ഒരാത്മാവിന് വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ, ഇന്ന് എൻ്റെ കുടുംബത്തിലൂടെ ആലപ്പുഴയിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ എൻ്റെ ഈ ഭാര്യയ്ക്ക് 10 സഹോദരങ്ങളായിരുന്നു. 10 കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു. അറിയാമോ? 10 കുടുംബങ്ങളിൽ യേശു കർത്താവും രക്ഷിതാവെന്ന് ഏറ്റു പറഞ്ഞു. ഈ ആഴ്ച വരുമക്കളെ ഞങ്ങൾ വരുന്നുണ്ട്, ഇതാണ് സത്യം, ഇതിനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അവർ വലിയൊരു ബന്ധനത്തിനകത്തായിപ്പോയി പറഞ്ഞിരിക്കുക. എനിക്കൊരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് വലിയ മതഭക്തിയുള്ള മനുഷ്യനായിരുന്നു. ഭക്തനായ മനുഷ്യൻ, മതഭക്തിയായിരുന്നു. അദ്ദേഹത്തെ സുവിശേഷം പറഞ്ഞ് നാളുകൾ കൊണ്ട് സ്വന്തം പുത്രന്റെ ചോരയാൽ വീണ്ടെടുത്ത് ദൈവസഭയ്ക്കകത്ത് വന്ന പ്രത്യാശയോടെ അദ്ദേഹം നിത്യതയിലേക്ക് പോയി. എൻ്റെ സ്വന്തം സഹോദരി, എൻ്റെ സഹോദരങ്ങളുടെ മക്കളെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കാൻ കൃപയാൽ എൻ്റെ ഭാരം, എൻ്റെ കണ്ണുനീര്
ഒരാളെ നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ ഈ പറയുന്ന വ്യക്തികൾ ഒരാളെ ഒന്ന് രക്ഷയിലേക്ക് നയിച്ചിട്ട് അതിന് വില അറിയണം. എന്തിനാ ശാസിക്കുന്നത്? എന്തിനാ വിലക്ക് പറയുന്നത്? അവൻ നിത്യതയിലെത്തണം, അവൻ നിത്യതയിലെത്തണം. ആ ഒറ്റ കാരണവശാല ദൈവസഭ ദൈവത്തിന് വിലയുള്ളതാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കർത്താവ് നോക്കും കേട്ടാ. അതിനകത്ത് നിന്നെയൊന്നും പിടിച്ചിട്ടില്ല, ഒരുത്തരെയും പിടിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ കേൾക്കുന്ന നമ്മൾ മാത്രമല്ല, അനേകരെ മനസ്സിലാക്കട്ടെ. ദൈവദാസന്മാരുടെ കണ്ണുനീര് വീണാണ്, ദൈവദാസന്മാരുടെ കണ്ഠമൊന്നിടറിയാൽ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. ഒന്ന് വായിച്ച നമ്മുടെ എബ്രായർ 13:17 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെ നടത്തുന്നതിനനുസരിച്ച് കീഴടങ്ങിയിട്ട് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ നരകിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇതേ പച്ചക്കുട്ടി പാസ് എഴുതിയ പുസ്തകമൊന്നുമല്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വാക്ക്. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ലെന്ന്, കൊണം വരത്തില്ലെന്നാ പറയുന്നത്, കൊണം വരത്തില്ലെന്ന്, നന്നല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവസഭയോട് നമ്മൾ അടുത്തു ചെല്ലേണ്ടത്. അവിടെ വായിച്ചത് അവർ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. പരസ്യമായിട്ടൊക്കെ വല്ലതൊക്കെ പറയാന്നൊക്കെ ചിന്തിച്ചാൽ തെറ്റി കേട്ടോ. ഇന്നത്തെ ഹുങ്കും ഇന്നത്തെ പങ്കുമൊക്കെ നിൽക്കും. ദൈവത്തിന്റെ ദാസന്മാർക്ക് അനുസരിച്ച് കീഴടങ്ങിക്കണം. അവരുടെ നേരെ വില ചൂണ്ടാൻ നിനക്ക് അവകാശമില്ല. അവനെ ആക്കി വെച്ച ഒരു ദൈവമുണ്ട്. അവൻ നോക്കിക്കോളും. നിന്നൊക്കെ തരുന്നതിനേക്കാൾ നല്ല അടി ആദ്യം പാസ് കൊടുക്കും. അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. എന്നിട്ട് അവർ കണക്ക് ബോധിപ്പിക്കണം. എന്ന് വെച്ചാല് കണക്ക് ബോധിപ്പിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനാ. എങ്ങനെ കണക്ക് ബോധിക്കണം? രാത്രിയിൽ ഇരുന്നും കൊണ്ട് ഉറക്കം വരച്ച് കിടന്നുറങ്ങുമ്പോൾ ഇവിടെ ഇരുന്നും കൊണ്ട്, കാരണം ഞാൻ നിങ്ങളുടെ മധ്യസ്ഥരൊന്നുമല്ല, പക്ഷെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാ. ഞാൻ അങ്ങോട്ട് കണക്ക് ബോധിപ്പിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലത് ഭയങ്കര ഭാരം. കർത്താവെ, സഭയെ തകർക്കുന്ന വാക്കുകൾ, സഭയെ നശിപ്പിക്കുന്നതിലുള്ള ചിന്തകൾ, ഇടപെടലുകൾ ആ മനുഷ്യനുണ്ടല്ലോ എന്നറിയാതെ മനസ്സിൽ വന്നു പോകും. അവൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാ, അവൾ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാ. കണക്ക് ബോധിപ്പിക്കാൻ ചെല്ലുക, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ചെല്ലുക. പക്ഷേ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എന്താണ്? സ്തോത്രം ചെയ്യാനിടവരികയാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ തീർത്ത് പറയാം. ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെ കുറിച്ച് ഓർക്കുമ്പോൾ തെറ്റും കുറ്റവും കാണാത്ത ആരുമില്ല. ഞാൻ ദൈവത്തിന് ഇവിടെ കണക്ക് ബോധിപ്പിക്കാൻ ചെല്ലുമ്പോൾ, കർത്താവെ, അങ്ങനെ ഒരു ഹൃദയം ആ മകൾക്ക് കൊടുത്തിട്ടുണ്ട്, ആ മകനെ കൊടുത്തിട്ടുണ്ട് എന്നോർത്ത് സ്തോത്രം ചെയ്യും. ഞരങ്ങിക്കൊണ്ടല്ല അത് ചെയ്യേണ്ടത്, ഉള്ളിലൊരു ഞരക്കം. എന്നാലും കർത്താവെ എന്നോട് ഇങ്ങനെയാണല്ലോ, വരുത്തരുത്, വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കുള്ളത് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് നിശ്ചയമായിട്ട് ചെറിയ ദൈവസഭ പ്രാർത്ഥിച്ചാൽ സ്വർഗം മറുപടി തരും. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവരെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ട? ജാഗരിക്കുന്ന എന്തിനു വേണ്ട? കർത്താവേ, അവർ 2 നില വീട് കൊടുക്കണേ, അമേരിക്കന്ന് വിസ കൊടുക്കണേ, ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, ഒന്നുമല്ല. ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ദൈവദാസൻ. ദൈവദാസൻ ഇടിപിന്നൊന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് കിട്ടി ഇത് കിട്ടിയെന്നുള്ളതല്ല, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവനാണ്. നിങ്ങളൊരു സ്പിരിച്വൽ മാനാണ്, നിങ്ങളൊരു ഭൗതിക മനുഷ്യനല്ല. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കാൻ, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച, നിങ്ങളെ വീണ്ടെടുത്ത നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകന് മാത്രമേ കഴിയൂ. അവനറിയാം ആത്മാക്കളുടെ അവസ്ഥയെന്ന്. അവന് വിവേചിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആത്മാവിൻ്റെ അവസ്ഥ, എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് വിവേചിക്കാൻ ഒരു ദൈവത്തിൻ്റെ നടത്തുന്ന ദൈവദാസനറിയാം. നിമിഷ നേരം കൊണ്ട് പിണങ്ങും, നിമിഷ നേരം കൊണ്ട് എതിർക്കും, നിമിഷ നേരം കൊണ്ട് ചോദിച്ചു. എന്താണ് കാരണം? വളർച്ചയില്ലാത്തത് കൊണ്ടാണ്. സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടതെന്ന് അറിയാം, ചോക്ലേറ്റ്. നമുക്ക് വേണ്ടത് ഇവിടെ കൊച്ചുകുട്ടികൾ, തീരെ കൊച്ചുകുട്ടികളാണ്. അവിടെ ഇരിപ്പുണ്ട് ഒരാൾ, അവനെ പഠിക്കടാ, ഉത്തരവാദിത്വം ചെയ്യാൻ അവൻ ആർക്കാനും പിടിച്ചു. പക്ഷേ അവനൊരു ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഭയങ്കര സന്തോഷം.
എനിക്കതിന് മനസ്സില്ല. നിങ്ങൾ വളരണം. നിങ്ങൾക്ക് ചോക്ലേറ്റിനകത്ത് തൃപ്തിപ്പെടരുത്. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം. നന്മ തിന്മ തിരിച്ചറിയണം. അറിയത്തില്ല നന്മ എന്താണെന്ന് തിന്മ എന്താണെന്ന്. തലക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികയണം. നമ്മൾ വിശാലമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്, ഞാൻ ചുരുക്കാം. കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പോൾ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് കേട്ടോ. എന്തിനു വേണ്ടിയാ? നമ്മുടെ ആത്മാവിനെ നിത്യതയ്ക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഈ പാസ്റ്ററുടെ കയ്യിൽ വന്നാൽ അവരുടെ ആത്മാവ് നിത്യതയിൽ എത്തത്തില്ലെങ്കിൽ കർത്താവ് അവനെ സഭയിൽ നിന്ന് മാറ്റും. നിത്യതയ്ക്ക് വേണ്ടിയല്ല അവൻ ഒരുക്കമെങ്കിൽ. അങ്ങനെ എനിക്ക് ഇവിടുത്തെ നിങ്ങളുടെ പുറമേയുള്ള വസ്ത്രധാരണം ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ ആഭരണം എന്താ ധരിച്ചിരിക്കുന്നത് ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ ക്യാഷ് എത്രയുണ്ടെന്ന് ഞാൻ നോക്കത്തില്ല. നിങ്ങൾ എത്ര സ്വോത്രകാഴ്ച തരുന്നത് ഞാൻ നോക്കത്തില്ല. നിങ്ങളുടെ ആയിരിക്കുന്ന പുറമേയുള്ളത് ഒന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് മാത്രം. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. രണ്ടാമത്തെ നമ്മളിപ്പോൾ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപ. രക്ഷിക്കപ്പെട്ടവൻ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പൊ പൗലോസ് പറയുക, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ രക്ഷിക്കപ്പെട്ടവർക്ക് കൃപ വേണം. കൃപ എന്ന് പറയുന്നത് അനുസ്യൂതം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തണം. നമ്മുടെ ഉള്ളിലേക്ക് ദൈവകൃപ ഒഴുകിയെത്തുമ്പോൾ ഇത് എന്താണ്? സഭയിലെ പാസ്റ്ററുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞു വരുത്താൻ വേണമെങ്കിൽ ആത്മാക്കൾ കുറഞ്ഞത്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഈ കൃപ നിങ്ങളിലൂടെ, ഓരോ വിശ്വാസികളിലൂടെ ഒഴുകി 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 ഈ സഭ മുഴുവനും ഈ ദൈവകൃപയാൽ നിറയപ്പെടണം. സഭയ്ക്കകം ദൈവകൃപ കൊണ്ട് പൊതിയപ്പെടണം. ദൈവകൃപ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ തെളിവ്? കൃപ എന്ന് പറയുന്നത് മനോഹാരിതയാണ്. കൃപ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്തായിരുന്നു യേശുവിൻ്റെ കൃപ? അവൻ്റെ അടുത്തേക്ക് എങ്ങനെ ഒന്ന് ചെന്നാൽ കൃപ നിറഞ്ഞവനായിരുന്നു യേശു. അവൻ കൃപ നിറഞ്ഞവനായിരുന്നു യേശുക്രിസ്തു. അവൻ്റെ കൃപയുടെ അടുത്തെങ്ങാനും ഒരാൾ ചെന്നാൽ അവൻ ചെന്നതുപോലെ തിരിച്ചു പോകത്തില്ല. അവൻ്റെ മേൽ നിന്നും കൃപ ഒഴുകിയിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലോ കൃപ, ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന ഒരു കൊച്ചു കൂട്ടമായിരുന്നു ദൈവസഭ. ഇന്നെന്താണ്? ഹല്ലേലൂയ. കൃപ നഷ്ടപ്പെട്ടു പോയി. കൃപയെ ഒരു വ്യാജമാക്കി കളഞ്ഞു. ദൈവകൃപയെ ചിരിക്കാൻ മനസ്സില്ല. പക്ഷെ എന്ത് ചെയ്യും? കപടമായിട്ടുള്ള കൃപ, കാപട്യം കൊണ്ട് നിറഞ്ഞുപോയി. ഇത് എങ്ങനെ വന്നു? ഒരിക്കൽ വെളിച്ചം കയറി വന്നതാ. അത് അകത്തിരുന്ന് അങ്ങ് അണഞ്ഞുപോയി. അകത്തിരുന്ന് അതിന് ലോകസ്നേഹം വന്നപ്പോൾ നമ്മുടെ അകത്ത് ഇപ്പം ആത്മദേഹം, ആത്മാവിലാണ് ദൈവചൈതന്യം വരുന്നത്. അത് അകത്തിരുന്നങ്ങ് അണഞ്ഞുപോയി. എന്നിട്ടും വെച്ച് പിടിപ്പിക്കുക. അകത്ത് തിരി അണഞ്ഞുപോയി. യോ, ഞാൻ വെളിച്ചമാണ്, പ്രാർത്ഥനയും സ്തോത്രം നിന്റെ ദേഹീ മണ്ഡലത്തിലാണ്. എങ്ങനെ അറിയാം? കൃപ ഒഴുകത്തില്ല. ഒരാളെ പോഷിപ്പിക്കുകയല്ല, ഒരാളെ തടയും. ഒരാളൊരു പാട്ടുപാടി എന്നാൽ എനിക്കിഷ്ടപ്പെടത്തില്ല. ഒരാളെന്ന് പ്രസംഗിച്ചെന്നാൽ എനിക്കിഷ്ടപ്പെടത്തില്ല. ഒരാൾ ഒരു ശാസന പറഞ്ഞാൽ എങ്ങനെ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ, ഇവിടെ ഇരിക്കുന്ന സജം വന്നിട്ട് പറയാം, മോനേടാ ഇങ്ങനെയാണ്, ഇന്ന് ചെയ്യണം. അപ്പനും ഇഷ്ടപ്പെടത്തില്ല, അമ്മയ്ക്കും ഇഷ്ടപ്പെടത്തില്ല. എന്താ കാരണം? കൃപ നിറഞ്ഞവൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ഓരോരുത്തരെ ശാസിക്കണം. മക്കൾ ഇങ്ങനല്ല, നിങ്ങൾ കുറച്ചും കൂടെ. കൃപയില്ലാത്തവൻ എന്ത് ചെയ്യുന്നറിയാവോ? എൻ്റെ മകനെ, എൻ്റെ മകളെ എന്താണെന്ന് ആക്കാൻ? കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. കൃപമേൽ കൃപ നിറയണം. ഇപ്പോഴും അകത്ത്
നമ്മുടെ അകത്ത് കരിന്തിരി കത്തി വിളക്കുണ്ടെങ്കിൽ അതിനകത്ത് കത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഈ വചനം മതി, ഒന്ന് വിശ്വസിച്ചാൽ മതി, ഒന്ന് അനുദവിച്ചാൽ മതി. കർത്താവേ, എനിക്ക് നിന്റെ കൃപ വേണം. കൃപയിൽ നിന്ന് കൃപ ഒഴുകി വരണം. അവനെ കൃപ നിറഞ്ഞ യേശുവിനെ ഈ ലോകം കൊടുത്ത എന്താണെന്നറിയാമോ? കൃപ നിറഞ്ഞ യേശുവിന് ലോകം കൊടുത്തെന്താ? അവന് ബെയൽസെബൂലാണ്. അവൻ ഭൂതങ്ങളെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അവൻ പറഞ്ഞ വാക്ക് സഹിക്കുവോ? അല്ലയോ പരീക്ഷനെ, നീ വെള്ളയടിച്ച ശവക്കല്ലറകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമോ കൃപ നിറഞ്ഞവന്? ആ കൃപ നിറഞ്ഞവൻ പറയും. കൃപ നിറഞ്ഞവന് പേടിയില്ല. കൃപ നിറഞ്ഞവൻ മുഖത്ത് നോക്കി പറയും, നീ ഇപ്പോൾ സേവിക്കുന്നത് ദൈവത്തെയല്ല, ഭക്തന്മാരായ അന്നത്തെ പരീക്ഷന്മാരോട്, ഭക്തന്മാരോട്, പുരോഹിതന്മാരോട് അവൻ പറഞ്ഞു, വെള്ളയടിച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചു. അത് കൃപ നിറഞ്ഞാലേ പറ്റത്തുള്ളൂ. കൃപ നിറഞ്ഞാൽ അല്ലാതെ അയ്യോ ആൻറ്റി കൊച്ചമ്മേ നല്ല ദശാംശമല്ലേ തരുന്നത്, നിങ്ങളിവിടെ ഇല്ല പറഞ്ഞില്ലേ? എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, കൃപ നിറഞ്ഞവൻ സ്നേഹം കൊണ്ട് നിന്റെ തെറ്റ് തിരുത്തും, നിന്റെ കുറവ് ചൂണ്ടിക്കാണിക്കും. അത് കൃപയുള്ളത് കൊണ്ടാണ്. കൃപയില്ലാത്തവൻ അത് പറ്റത്തില്ല. കൃപ ഒഴുകണം, നമ്മളിൽ കൂടെ ഒഴുകണം. അതിന് ഒരു വാക്യം ഒന്ന് വായിക്കാം. അത് നമ്മിപ്പം വായിച്ച ഭാഗത്ത് തന്നെ 3-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. 4-ാം വാക്യം കൂടെ വായിച്ചമാണ്. നിങ്ങൾക്ക് ഈ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ, ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം നിങ്ങൾക്ക്, ദൈവസഭയ്ക്ക്, നിങ്ങൾ വ്യക്തികളെ പറയുക, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തോത്രം ചെയ്യും. മറ്റുള്ളവർ നിനക്ക് ലഭിച്ച ദൈവകൃപ കണ്ട് സ്തോത്രം ചെയ്യോ, കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനൊരു സഹോദരനെ സഭയിൽ തന്നല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനൊരു സഹോദരിയെ സഭയിൽ തന്നല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പാസ്റ്ററെ കുറിച്ച് സ്തോത്രം ചെയ്യത്തില്ല, എനിക്കറിയാം. ഈ കടുംപട്ടല്ലേ വെട്ടുന്നത്. കൃപ ലഭിച്ച കർത്താവിന് തുല്യമായിട്ട് അപ്പസ്തോലന്മാർക്ക് തുല്യമായി ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. യേശു ഇവിടെയാണെങ്കിലും എന്ത് പ്രസംഗിക്കും അതെനിക്ക് പ്രസംഗിച്ചാൽ, യേശു പറയുന്നത് എനിക്ക് പറഞ്ഞാൽ മതി. യേശു പറയുന്ന ദൈവകൃപ നിറഞ്ഞാൽ അനേകരെ സ്തോത്രം ചെയ്യും. കരയത്തില്ല നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം. എൻ്റെ കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളെ തന്നല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തിമോത്തിയെ തന്നല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലസനെ തന്നല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെബിനെ തന്നല്ലോ എന്ന് ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം കണ്ടിട്ട്, ഇവരുടെ ആത്മീയ ജീവിതം കണ്ടിട്ട് സ്തോത്രം ചെയ്യണം. നിങ്ങളെക്കുറിച്ചോ പാവപ്പെട്ട ദൈവദാസരെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്യാൻ അവസരം കൊടുക്കുക. നിങ്ങൾ തരുന്ന കാശിനകത്തല്ല, നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടുമ്പോൾ, നിങ്ങൾ കൃപ വ്യാജമാക്കാതെ, അത് ദുരുപയോഗം ചെയ്യാതെ, ദൈവകൃപയെ നിങ്ങൾ ഒരു ഒഴുക്കിലേക്ക് വിടുമ്പോൾ, അത് പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവരാജ്യം വളരും, ദൈവനാമത്തിന് സ്തോത്രം വർദ്ധിക്കും. കൃപ പെരുകിയാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മളെ 2 കൊരിന്ത്യർ 8:1 വാക്യം നോക്കിയോ? 2 കൊരിന്ത്യർ 8:1. സഹോദരന്മാരെ, മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് കൃപ ലഭിച്ചു. കൃപ ലഭിച്ചപ്പോൾ എന്ത് ചെയ്തു? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, കഷ്ടത എന്ന കഠിന ശോധനയിലും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും കണ്ടു. അവർ പട്ടിണി അടക്കുക, എന്നിട്ട് ധാരാളം ഔദാര്യം കാണിച്ചു. ദൈവകൃപ നിനക്കൊണ്ടെങ്കിലുണ്ടല്ലോ, ഒഴുകിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കപ്പെടും. ഉണ്ടായിട്ടും തികഞ്ഞിട്ടുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടും. ദൈവകൃപയുടെ ഈ ദൈവകൃപ നിങ്ങളുടെ ഉള്ളിൽ നിറയണമെന്നുള്ളതാണ് ദൈവം അനുഭവിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കണം. ഇത് അനുഭവിക്കാത്തവരെ എങ്ങനെ തിരിച്ചറിയാം? ദൈവകൃപ അനുഭവിക്കാത്തവരെ എങ്ങനെ തിരിച്ചറിയാം? അവർ പ്രശ്നക്കാരാണ്.
അവർ സഭയിൽ തലവേദനയായി. നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നതല്ല, ഞാൻ മൂലം നിങ്ങൾക്ക്. ദൈവകൃപയിലല്ല ഞാനെങ്കിൽ അവർ പ്രശ്നക്കാരായിരിക്കും. സഭയിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നവരായി തീരും. ഒരിക്കൽ ഒരു ദൈവദാസൻ വന്നിട്ട് ചോദിച്ചു, പാസ്റ്റേ, എനിക്കൊരു നല്ല സഭയിലൊക്കെ പോകണം. അതെന്താ, നീ കണ്ടിട്ടൊന്നും നല്ല സഭയില്ലേ? ഞങ്ങളുടെ സഭ അത്ര ശരിയാണ്. പിന്നെ പല സഭകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇങ്ങനെ കാണും. ഒരു നല്ല സഭയുണ്ട്. പിന്നെ പറഞ്ഞാ എല്ലാ ദൈവസഭയും അവിടെ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഉണ്ട്, പ്രശ്നക്കാരും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവർ ദൈവമക്കളായി ആണ്, വളർച്ചയില്ലാത്തവർ കാണും. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ, എന്നാലും ഒരു നല്ല ദൈവസഭ. ഉടനെ പറഞ്ഞു, ആ ദൈവദാസം പറഞ്ഞു, ഞാൻ നിനക്ക് നല്ല ദൈവസഭ കാണിച്ചു തന്നാൽ ദയവ് ചെയ്തിട്ട് നീ ആ സഭയെ പോകരുത്. ആ സഭ നീ ചെന്നാൽ, നല്ല സഭയായതുകൊണ്ട് നീ ചെന്നാൽ ആ സഭ തകർന്നു പോകും. ആ സഭയെ പ്രശ്നം ഉണ്ടാകും. കാരണം നീയാണ് പ്രശ്നക്കാരൻ. സഭയ്ക്കകത്ത് പ്രശ്നമില്ല, പ്രശ്നക്കാരേ ഉള്ളു. എന്താ പ്രശ്നം? നീ ചെന്നാൽ, അഥവാ ഇവിടുന്ന് ഒരാൾ സഭയുടെ പ്രശ്നം കൊണ്ട് പോയി വിചാരിച്ചോ, അവർ ചെന്നാൽ ആ സഭയുടെ അവസ്ഥ എന്തായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നു. ആ പാസ്റ്ററോട് ചോദിക്കണം. 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ തെളിവ് ഞാൻ പറഞ്ഞു തരാതെ ചോദിക്കണം. ഹല്ലേലൂയ. അവർ പ്രശ്നക്കാരായിരിക്കും. പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല നമ്മൾ. പ്രശ്നത്തെ യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാകുകയാണോ? ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കേണ്ട സമയത്ത് എന്ത് ചെയ്യും നമ്മൾ? സമാധാനം ഉണ്ടാക്കുന്നവരുടെ ഭാഗ്യപദവി എന്താ എന്ന് പറഞ്ഞേ. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവപുത്രന്മാർ. അല്ലാത്ത ഒറ്റ ഒരുത്തനും ദൈവമകനല്ല. ദൈവമകനാണെങ്കിൽ ഒരു പ്രശ്നം സഭയ്ക്കകത്ത് വരും. ഉണ്ടായാൽ അവിടെ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം. സമാധാനം കെടുത്തുന്നവനാണെങ്കിൽ നീ ആരുടെ പുത്രനാണ്? ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, സത്താൻ്റെ മക്കളുമുണ്ട്. പിശാചിൻ്റെ മക്കളാണെന്ന്, ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയണം നമ്മൾ. സമാധാനം ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ കണ്ണുമടച്ചിരിക്കുകയല്ല. ഹല്ലേലൂയ. പാസ്റ്ററുടെ കോളറിന് പിടിക്കുകയല്ല വേണ്ടത്. ചെന്നിട്ട് പറയണം, മകനെ നിങ്ങളെ നടത്തുന്ന ദൈവദാസനാണ് എന്ന് പറഞ്ഞ് അവരെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് കൃപ ഒഴുകണം. പ്രശ്നം ഉണ്ടാക്കുവാനല്ല നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ പ്രശ്നത്തിൻ്റെ മുൻപിൽ, ബൈബിൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സഭ സേവിക്കുന്നത് കലക്കത്തിൻ്റെ ദൈവമല്ല. നമ്മുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. കലക്ക ഉണ്ടായെങ്കിൽ പ്രശ്നം, ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം, അവസാന പ്രശ്നം എനിക്കായത്. എനിക്കറിയപ്പെടുന്ന ഒരു സഹോദരി അന്യ സമുദായത്തിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ചു വന്നതാണ്. ഭയങ്കര ദിവസം ഞാൻ പറഞ്ഞു, സഹോദരി, ഇപ്പോഴത്തെ നിങ്ങളുടെ ആത്മാവിൻ്റെ നടപ്പല്ല, അല്പം കൂടെ ഒന്ന് സഭയിൽ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം, അവരുടെ ഭർത്താവ് സമ്മതിക്കത്തില്ല. അവസാനം വളരെ ആത്മഭാരമാണ്. ഒരു കണ്ടുകൂടിയനെ കഞ്ചാവ് അടിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഒടുക്ക സംഭവിച്ചെന്ന് അറിയുമോ? സമാധാനം ഉണ്ടാക്കാൻ പോയതാണ്. അവൻ പോയി റെയിൽവേ ട്രാക്കെ ചാടി. ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, പ്രായപൂർത്തിയായ 2 കുഞ്ഞുങ്ങളുണ്ട്. സുന്ദരിയായിരിക്കുന്ന ഈ അന്യജാതി സ്ത്രീ വന്നിട്ട് കെട്ട് കഴിയുന്നില്ല കേട്ടോ. അവിടെ വന്ന് കെട്ടി അതിയൊത്തു സമാധാനം ഉണ്ടാക്കാൻ പോയതാ. അവന്റെ സമാധാനം കൂടെ പോയി. എന്താ കാരണം? നീ ദൈവത്തിന്റെ സമാധാനമല്ല ഉണ്ടാക്കുന്നത്. ഉള്ള സമാധാനം കളയാനല്ല, ക്രിസ്തുവിൽ നിന്നും ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ. ഞങ്ങൾക്ക് നിർത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മോനെ, ഇപ്പം നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. അല്ല, 3-ാം വാക്യം 2-ാം വാക്യം 2-ാം വാക്യം വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കും തന്നെ എഴുതുന്നത്. ഞാനത് ചുരുക്കി പറയാം. കാരണം വിശാലമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ പറയുകയാണ്, കൊരിന്തിലുള്ള ദൈവസഭ, അതിൻ്റെ വില എന്താണ് ഞാൻ പറഞ്ഞു വരിക. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്താണ് വിശുദ്ധീകരണം? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധി
എനിക്ക് ദാനമായി പകരുകയാണ്. യേശുവിലൂടെ യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ പിതാവായ ദൈവം യേശുവിനെ കാണുന്നത് പോലെ എന്നെ കാണുകയാണ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ച് നിർത്തുകയാണ്. നീ വേർപെട്ടവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അമേരിക്കയിൽ പോകുന്നതാണോ യൂറോപ്പിൽ പോകുന്നതാണോ? എൻ്റെ വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടം അമേരിക്കയുമല്ല, യൂറോപ്പുമല്ല, കൊറിയയുമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ വിശുദ്ധീകരണമാണ്. പക്ഷേ ദൈവ ഇഷ്ടം എന്താണെന്നൊന്ന് പറയാമോ? എന്താണ്? എൻ്റെ മോൻ കാനഡയിൽ പോകണോ UK പോകണോ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? നിന്റെ വിശുദ്ധീകരണം മാത്രം. നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ നമ്മൾ ഒരു വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അപ്പൊ ഇവിടെയാണോ പ്രശ്നം? വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ കൊരിന്ത്യ സഭയിൽ പ്രശ്നം. ഇപ്പൊ എന്താണ് പ്രശ്നം? പൗലോസ് അപ്പസ്തോലനാണെന്ന് ആര് പറഞ്ഞു? പൗലോസിന്റെ വായിൽ വരുന്ന വാക്കുകളൊക്കെ കേട്ടില്ലേ? പൗലോസിന്റെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്യുന്ന വിശുദ്ധന്മാർ കുഴച്ച്. പൗലോസിന്റെ അപ്പസ്തോലത്വം ചോദ്യം ചെയ്തെങ്കിൽ പാവപ്പെട്ട ദേവദാസന്മാരെ കാര്യം വെറുതെ വിടുവോ? നിങ്ങൾ ഈ വേദപുസ്തകം പഠിച്ചോ? പൗലോസിന്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം എന്താണെന്നറിയോ? പൗലോസിന് കാശില്ലെന്ന്. പൗലോസ് കാശി ചോദിച്ചെന്ന്. അപ്പോസ്തലനാണ്, എന്ത് വേണം? ബാങ്കിൽ കോടികൾ വേണമെന്ന്. എൻ്റെ ദൈവമക്കളെ, ഞാനത് ചുരുക്കട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ വിശുദ്ധിയല്ല, ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുക. നീ നിനക്കുള്ളവനല്ല, നീ കർത്താവിനുള്ളവനാണ് എന്ന് വെച്ചെന്നാൽ എന്താ വിശുദ്ധീകരണം? ഞാൻ ചുരുക്കുക, സമയം കടന്നു പോകും. നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശുവിൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപരായി തീരണം. കർത്താവായ യേശു എന്ത് പറയും, എന്ത് ചിന്തിക്കും? യേശുവാണെങ്കിൽ ഇപ്പം നീ പറയുന്നത് പോലെ പറയുമോ? യേശുവാണെങ്കിൽ ഇപ്പം നീ ജീവിക്കുന്നവർ ജീവിക്കുമോ? യേശു ഇങ്ങനെ ജീവിക്കുമോ? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഇന്ന് യേശുവാണെങ്കിൽ ഇങ്ങനെ പറയുമോ? ചിലപ്പം കർത്താവ് പുരോഹിതന്മാരുടെ മുമ്പിൽ ചാട്ടവാർ എടുക്കും. അറിയാവോ ചാട്ടവാർ? എന്തിനാ? ദൈവാലയത്തിൽ നടക്കരുതാത്തത് കാണുമ്പം ചാട്ടവാർ എടുത്ത കർത്താവിനെ പോലെ എനിക്കാകണം. ഞാൻ അടിക്കാനൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. അവരുടെ നാണയങ്ങളെ മറിച്ചിട്ടു. ഇത്രയും സൗമ്യനായ ദൈവത്തിനെ കർത്താവ് കൊള്ളാവോ? ഇങ്ങനെ കർത്താവ് ചെയ്യാൻ കൊള്ളാവോ? ദൈവങ്ങളെ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ഉറപ്പിച്ചു തന്നെ പറയും, നിന്റെ നിത്യജീവന് വേണ്ടിയിട്ട എൻ്റെ ആലയം സകല ജാതികൾക്ക് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. അന്നൊരു പുതിയ മാറ്റമുണ്ടായി. അത് ദൈവാലയം പ്രാർത്ഥനാലയമായി മാറി. ഇവിടെ വന്ന് വെള്ളിയാഴ്ചയും അറിയത്തില്ല, ചൊവ്വാഴ്ചയും അറിയത്തില്ല, ബുധനാഴ്ചയും അറിയത്തില്ല, പരസ്യയോഗം അറിയത്തില്ല, ഒരു കാര്യവും അറിയത്തില്ല. ഇവിടെ ഞായറാഴ്ച വന്നിരിക്കുന്ന നിന്നെ അവസാനം ദൈവം പറഞ്ഞില്ലേ, ഒരു കറിവേപ്പല വീഴ്ത്തി കളയും. അതിൻ്റെ പേര് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് പേര് കൂടെ പോകും. അതൊക്കെ പോകും. പണം കണ്ടും കുടുംബ മഹിമ കൊണ്ടൊന്നും ദൈവസഭയ്ക്കകത്ത് ദൈവം നിർത്തുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ പരീക്ഷന്മാരെ വേണമായിരുന്നു, പുരോഹിതന്മാരെ വേണമെന്ന് കർത്താവ് ചേർത്തുകൊള്ളാൻ. കർത്താവ് അവരെ പരസ്യമായി നിഷേധിച്ചു, ശാസിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവനെ ക്രൂശിച്ചു. കൃപ നിറഞ്ഞ കർത്താവിനെ ക്രൂശിച്ചു. എന്താണ് വിശുദ്ധി? യേശുവിനെ പോലെ നടക്കണം, യേശുവിനെ പോലെയാകണം. ഞാൻ യേശുവിനെ പോലെയായോ? എൻ്റെ അശ്രാന്തമായ പരിശുദ്ധവും എൻ്റെ ആഗ്രഹവും പരിശുദ്ധന്മാവിനോടുള്ള എൻ്റെ യാചന ഒന്ന് മാത്രമാണ്. കർത്താവിൻ്റെ ഞാൻ ചിലപ്പോൾ പേടിച്ചു പോകും. ഇങ്ങനെയൊക്കെ സഭയ്ക്കകത്തൊന്ന് വരുമ്പം എൻ്റെ കർത്താവ് ഞാൻ എങ്ങനെ പ്രസംഗിക്കും? പക്ഷേ എൻ്റെ വീറും എൻ്റെ ധൈര്യവും എൻ്റെ ശക്തിയും എൻ്റെ അഭിഷേകവും വർദ്ധിക്കുക. കാരണം യേശു ഇത് കണ്ട് പേടിക്കുമെങ്കിൽ ഞാനും പേടിക്കും. യേശു കണ്ട് പേടിക്കത്തില്ലെങ്കിൽ ഞാനും പേടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ യേശുവിനെ പോലെ പ്രതികരിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒന്ന്, ദൈവസഭയ്ക്കാണ്. ദൈവസഭയുടെ വില എന്താണെന്നറിയാമോ? ദൈവസഭ, ഹല്ലേലൂയ, കർത്താവാണ് അതിൻ്റെ യജമാനൻ. അതിനെന്തെങ്കിലും പാസ്റ്റർ ചെയ്താൽ
നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി കിട്ടും പാസ്റ്റർ. അറിയാമോ? ഞാൻ നിങ്ങൾ ഉപദേശിച്ച് നടത്തുന്ന ആളാണ്. ഉപദേശിക്കുന്നതിന് ശിക്ഷ ഇരട്ടിയായിരിക്കും. അപ്പോൾ സഭയ്ക്കെതിരെ ഒരു പ്രവൃത്തി വാക്കും എൻ്റെ ഭാഗം ഉണ്ടാകത്തില്ലെന്നല്ല, ഞാൻ സഭയ്ക്ക് വേണ്ടി എങ്ങനെ എൻ്റെ ജീവൻ കൊടുക്കാം, എങ്ങനെ കഷ്ടം സഹിക്കാമെന്നുള്ള ചിന്തയായിരിക്കണം ഒരു ദൈവപൈതൽ. കാരണം ഇത് കർത്താവിൻ്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാണ്. ഇത് കർത്താവിൻ്റെ പൊൻനിലവിളക്കുകളാണ്. ഒരു ദൈവദാസൻ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഹല്ലേലൂയ 7 പൊൻനിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അങ്ങനെ 7 നക്ഷത്രമാണ്. ദൈവത്തിൻ്റെ ദാസൻ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ നക്ഷത്രമാണ്. അവനെതിരെ ഒരു വാക്ക് ഞരങ്ങരുത് നിങ്ങൾ. ഹല്ലേലൂയ. പ്രശ്നക്കാരാകരുത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. സഭയാണോ ഇവിടെ പലതരത്തിലുള്ള സ്വഭാവം, പല കൾച്ചറാണ് നമ്മൾക്കെല്ലാവർക്കും. നമുക്ക് പല സ്വഭാവം, ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും വരാം, എനിക്കും വരാം. എന്നോട് നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ ഞാൻ ഒത്തിരുത്തും. നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ഈ ദൈവസഭയുടെ വില മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ സേവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.